ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ കപ്പത്തോരനാണ് നിങ്ങളെ കാണിക്കുന്നത്. കപ്പത്തോരനും മത്തി വറുത്തതും. കപ്പത്തോരന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ചെറിയൊരു കഷ്ണം കപ്പ എടുക്കുക. അതിനുശേഷം ചെറുപയർ, 1 ഗ്ലാസ് ചെറുപയറും കൂടി എടുത്ത് കഴുകി നന്നായിട്ട് വെന്തെടുത്ത് വയ്ക്കണം. കപ്പ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം വെന്ത് വെച്ചിരിക്കുന്ന ചെറുപയറും മാറ്റി വയ്ക്കുക. അതിനുശേഷം അരപ്പിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: തേങ്ങ തിരുമ്മിയത്, മഞ്ഞൾപ്പൊടി, ജീരകം, കാന്താരിമുളകായിരിക്കും രുചി കൂടാൻ നല്ലത്, വെളുത്തുള്ളി. കാന്താരിമുളക് ആവശ്യത്തിന് ചേർക്കുക. കാന്താരിമുളകില്ലെങ്കിൽ പച്ചമുളകായാലും മതി. അതിനുശേഷം കടുക് താളിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. കടുക്, വെളിച്ചെണ്ണ ഞാൻ എടുത്തില്ലെന്നേ ഉള്ളൂ. അത് വറ്റൽമുളക്, ചുമന്നുള്ളി, കറിവേപ്പില, ഇതെല്ലാം അതിന് വേണ്ടി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. നന്നായി വെള്ളം തിളച്ചതിന് ശേഷമേ കപ്പ ഇടാവൂ. വിസ്താരമുള്ള പാത്രത്തിൽ വയ്ക്കുന്നത്. ഈ കപ്പ അധികം വെന്തു പോകരുത്. വെന്തു പോയാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കപ്പത്തോരൻ കിട്ടില്ല. കപ്പ വയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് കൂടി അതിൻ്റെ അകത്ത് ചേർക്കുക. ഒരുപാട് വേകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇറക്കാൻ സമയമാകുമ്പോൾ പുഴുങ്ങി വച്ചിരിക്കുന്ന ചെറുപയർ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അരിപ്പ പാത്രത്തിൽ ഒഴിച്ച് ഊറ്റിയെടുക്കുന്നതായിരിക്കും ഭംഗി. അത് കഴിഞ്ഞിട്ട് കടുക് താളിച്ച് നമുക്ക് ഈ കപ്പ ഇളക്കി യോജിപ്പിച്ച് ഉപയോഗിക്കാം. ഇതിൻ്റെ കോമ്പിനേഷൻ മത്തി വറുത്തതും കൂടിയായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. നല്ലൊരു ടേസ്റ്റി ഹെൽത്തി